വാർഡുകളിലേക്ക് വികസനം നൽകിയില്ല എന്ന് ആരോപിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ബഹിഷ്കരിച്ച് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ കാലതാമസം വരുത്തിയ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെ 11-13 വാർഡിലെ മെമ്പർമാരായ ഇബ്രാഹിം തലശ്ശേരി, നസീറ സുധീർ എന്നിവരാണ് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. പാർലമെന്റ് പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ ഉദ്ഘാടനം നിർവഹിച്ചു. KA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. മഹേഷ് വെളുത്തേടത്ത്, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, മുസ്തഫ തലശ്ശേരി, വിഷ്ണു മടത്തിലാത്ത്, ഹക്കീം തലശ്ശേരി എന്നിവർ സംസാരിച്ചു. SV ഹമീദ് സ്വാഗതവും നസീറ സുധീർ നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർമാരായ സന്ധ്യ, സലാം, ബൂത്ത് പ്രസിഡന്റുമാരായ അലി തലശ്ശേരി, മണി, ഷിഹാബ് തലശ്ശേരി, രാജലക്ഷ്മി നീണ്ടൂർ എന്നിവരും മറ്റു പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. ഗ്രാമസഭകളും വർക്കിംഗ് ഗ്രൂപ്പുകളും കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നൊരു പദ്ധതിയുടെ തുടക്കം കുറിക്കുക. ഇന്നേ ദിവസം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തുള്ള 2 മെമ്പർമാരും ആ പ്രദേശത്തെ ജനങ്ങളും പഞ്ചായത്തിലെ ഇത്ര നല്ല ഒരു ദിവസം തന്നെ പ്രതിഷേധമായി ഇവിടെ എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ, പ്രതിപക്ഷം നോക്കാതെ എല്ലാ പ്രവർത്തനത്തിനും ഒരുമിച്ച് നിന്ന് സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന UDFന്റെ മെമ്പർമാർ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ തിരിച്ച് അവർ ഈ ഭരണസമിതിക്ക് അതുപോലെ തിരിച്ച് കാണാതെ പ്രതിപക്ഷ മെമ്പർമാര് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ വാർഡുകളിൽ വികസന അർപ്പിതമായ കർത്തവ്യം എന്നുള്ളത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ജനദ്രോഹ നടപടികളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായാണ് നമ്മൾ പലപ്പോഴും പറയുകയുണ്ടായിട്ടുണ്ട്. സർക്കാരല്ല ഇതൊരു കൊള്ളസംഘമാണ്, കൊള്ളക്കാരാണ് ഈ ഒരു കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചുവടുപിടിക്കുന്ന ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. ഈ 5 വർഷത്തിന് മുമ്പും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭരണസമിതി അധികാരത്തിലുണ്ടായിരുന്നു. അവർ 5 വർഷം നല്ല രീതിയിലുള്ള ഭരണങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം വന്ന ഈ ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ പ്രവർത്തനവും പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഹേളനയും ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഇവിടെ നടത്തുന്നത്.